എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ കരുതുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ തെളിവ് സഹിതം ഉദയഭാനുവാണ് ഗോമതി സ്റ്റോറിൽ നിന്നും പൈസ മോഷ്ടിച്ചത് എന്ന് ദേവമംഗലത്ത് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ ആനന്ദ്. അപ്പോൾ ആരുടെയും മുന്നിൽ തല ഉയർത്തി നോക്കാൻ പറ്റാത്ത വിധം ദേവി തല താഴ്ത്തി നിൽക്കുക. അപ്പോൾ ദേവിയുടെ ഈ അവസ്ഥ കാണുമ്പം ഗോമതിക്കും ബാലനൊക്കെ ഒരുപാട് സങ്കടം വരുന്നുണ്ട്. ഉദയഭാനു സാറ് എന്തോ അത്യാവശ്യത്തിന് കാശെടുത്തതായിരിക്കും, അതിന് കള്ളനെന്നൊന്നും ചിന്തിച്ചൂടാ. സാറിന് എന്തേലും ആവശ്യം വന്നപ്പം പൈസ എടുത്തതാകും, പറയാൻ വിട്ടുപോയതായിരിക്കും എന്നൊക്കെ ആ രംഗം ലഘൂകരിക്കാനായിട്ട് നമ്മുടെ ഗോമതിയും പറയുന്നുണ്ട്. പക്ഷേ സത്യാവസ്ഥ അറിയാവുന്ന ദേവി തല ഉയർത്താതെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ആനന്ദ് ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയുന്നതിന് മുന്നേ തന്നെ ഉദയഭാനുവിനെ വിളിച്ച് പെട്ടെന്ന് ദേവമംഗലത്തേക്ക് വരണമെന്ന് പറഞ്ഞിരുന്നു. അപ്രകാരം ദേവമംഗലത്തേക്ക് എത്തിയതാണ് ഉദയഭാനു. ഉദയഭാനുവിനെ കാണുമ്പോൾ തന്നെ എല്ലാവരും അവജ്ഞയോടുകൂടി തന്നെ നോക്കുകയാണ്. അപ്പം എന്തോ പന്തികേടുണ്ടെന്ന് ഉദയഭാനുവിനും ബോധ്യപ്പെടുക. എന്താ ആനന്ദ് മോനെ അത്യാവശ്യമായിട്ട് എന്നോട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുക. അതോ, ഗോമതി സ്റ്റോറിൽ നിന്നും പതിവായിട്ട് പൈസ മോഷണം പോകുന്നുണ്ടായിരുന്നു. ഇന്ന് ആ കള്ളനെ ഞാൻ കയ്യോടെ കൂടി പിടിച്ചു. അക്കാര്യം ഒന്ന് അറിയിക്കാനായിട്ട് വരുത്തിയതാ എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഉദയഭാനുവിന് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയോ എന്നുള്ള ബോധ്യം വരെയാണ്. പൈസ മോഷണം പോകുമോ? അതാ ഇപ്പം ആരാ കാശ് മോഷ്ടിക്കാൻ എന്ന് ഒന്നും അറിയാത്തതുപോലെ ഉദയഭാനു ആനന്ദ് പറയും. തന്നെ സമ്മതിക്കണം, വീണെടുത്ത് കിടന്ന് ഉരുളാനുള്ള തൻ്റെ ഈ കഴിവുണ്ടല്ലോ, അത് പ്രശംസനീയം തന്നെയാണ്. അല്ല, തന്നെ പറ്റിയുള്ള സകല സത്യങ്ങളും അറിയാവുന്ന എൻ്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കാൻ തനിക്ക് എങ്ങനെ സാധിക്കുന്നടോ എന്ന് ചോദിക്കാം. അയ്യോ, ആനന്ദ് മോൻ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയാം. മനസ്സിൽ വെച്ചല്ല, ഇനിയിപ്പം എല്ലാവരോടും തുറന്നു പറയാനായിട്ട് പോവാ. താനും തൻ്റെ മോളും എന്നെയും എൻ്റെ കുടുംബത്തെയും പറ്റിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയല്ലോ എന്ന് പറയാം. അത് കേൾക്കുന്ന ഗോമതി പറയും, ആനന്ദ് നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? കുറെ നേരമായി തുടങ്ങിയിട്ട്. പാവം ദേവിമോള്, അവളുടെ അവസ്ഥ കണ്ടോ? അവളുടെ അച്ഛനൊരു ആവശ്യം വന്നപ്പം പൈസ എടുത്തു എന്നും കരുതി നീ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കേണ്ട എന്ത് കാര്യമുള്ളത് എന്ന് ചോദിക്കാം. ആ മാമനെയും എല്ലാവരുടെ മുന്നിൽ വെച്ചല്ലേ ഇങ്ങനെ ചോദ്യം ചെയ്തത്? മാമനപ്പം എന്തുമാത്രം വേദന ഉണ്ടായി കാണും അമ്മേ എന്ന് ആനന്ദ് ചോദിക്കാൻ കേട്ടോ. അപ്പം ഗോമതി എന്ത് ചെയ്യണമെന്നറിയാതെ ബാലനെ നോക്കുകയാണ്. ബാലൻ ചോദിക്കും, നിനക്ക് എന്താ പറയാനുള്ളത്? നീ കുറേ സമയമായല്ലോ എന്ന് ചോദിക്കാം. അച്ഛൻ കരുതുന്ന പോലെ ഇയാൾ കോടീശ്വരനൊന്നുമല്ല, 10 പൈസ കയ്യിലില്ലാത്ത ഒരു ദരിദ്രവാസിയാ ഇയാള് എന്ന് പറയാം. നമ്മുടെ കുടുംബത്തെ മുഴുവനും കള്ളം പറഞ്ഞ് പറ്റിച്ച ഇയാളുടെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഈ മകളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് എന്ന് പറയാം. നീ എന്തൊക്കെ അബദ്ധങ്ങളായി വിളിച്ചു കൂവുന്നത് എൻ്റെ ആനന്ദേ എന്ന് ബാലൻ ചോദിക്കുക. ഉദയഭാനു സാറിനെ പോലെ ഒരു കോടീശ്വരനെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ സാധിക്കുന്നു? കോടീശ്വരനോ, ഇയാളോ എന്ന് ചോദിച്ച് ആനന്ദ് ചിരിക്കുകയാണ്. എല്ലാം വെറും കള്ളങ്ങളായിരുന്നു. ഇയാളുടെ സകല കള്ളത്തരങ്ങളും ഞാൻ കണ്ടുപിടിച്ചിട്ട് കുറേ ദിവസങ്ങളായതാ. ഇവിടെ വന്ന് പറയണമെന്ന് കരുതുമ്പോഴും ഓരോരോ പ്രശ്നങ്ങളാ. ആദ്യം ഈ സത്യം എല്ലാവരെയും അറിയിക്കാനിരുന്നപ്പോഴാ ദേവി ഗർഭിണിയായത്. ആ കൊച്ചിനോടും പിന്നെ ഇവക്ക് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. ആ കുഞ്ഞിനെയും അവളായിട്ട് തന്നെ നശിപ്പിച്ചു എന്ന് ആനന്ദ് പറയാണ്. അത് കേൾക്കുമ്പം ദേവി അവിടെ നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഗോമതി പറയും, നീ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത്? ദേവിമോള് ആ കുഞ്ഞിനെ മനഃപൂർവ്വം ഇല്ലായ്മ ചെയ്തതൊന്നുമല്ല. ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൽ ദേവി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഗോമതി വിളിച്ചു പറയണം. പിന്നെ അമ്മ പറ, ഏതെങ്കിലും അമ്മമാര് സ്വന്തം കുഞ്ഞിനോട് അല്പം പോലും സ്നേഹമില്ലാതെ ഇത്രയും ശ്രദ്ധയില്ലാതെ നടക്കുമോ? ഇവള് ബാത്റൂമിൽ തെന്നി വീണു, അത് ഇവള് മിക്കവാറും മനഃപൂർവ്വം വീഴ്ത്തിയതായിരിക്കും എന്ന് പറയാം. അനാവശ്യം വിളിച്ച് പറയരുത് ആനന്ദേ എന്ന് പെട്ടെന്ന് ഉദയഭാനും പറയാം. താൻ മിണ്ടരുത്. തനിക്കോ തൻ്റെ മോൾക്കോ ഒരക്ഷരം മിണ്ടാനുള്ള ഒരു യോഗ്യതയില്ല. എന്തർഹത ഉണ്ടായിട്ടാടോ താൻ ദേവമംഗലത്തേക്ക് തൻ്റെ മകളെ കെട്ടിച്ചയച്ചത്? എന്തൊക്കെ കള്ളത്തരങ്ങളാ താൻ പറഞ്ഞു കൂട്ടിയത്? കോടീശ്വരനാണ് പോലും, തനിക്ക് വിദേശത്ത് ബിസിനസ് ഉണ്ട് പോലും. എൻ്റെ പാവം അച്ഛനും അമ്മയും കൂടപ്പറപ്പുകളും തൻ്റെ സകല കള്ളത്തരങ്ങളും വിശ്വസിച്ചു, ഞാൻ ഉൾപ്പെടെ. എന്നിട്ട് ഇപ്പം തൻ്റെ മകളെ പറഞ്ഞപ്പം തനിക്ക് കൊണ്ടല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ബാലൻ ചോദിക്കും, നീ എന്തൊക്കെയായി വിളിച്ച് പറയുന്നതെന്ന് ചോദിക്കാം. ഇയാൾ താനി ഫ്രോഡാ അച്ഛാ. ഇയാൾക്ക് 10 പൈസ ഇയാളുടെ കയ്യിലില്ല. ഇയാൾ താമസിക്കുന്ന വീട് പോലും വാടക വീടാ. ഇയാളും ഇയാളുടെ ഭാര്യയും നാട്ടിലുള്ള സകല ആൾക്കാരെയും പറ്റിച്ച ജീവിക്കുന്നത്. നമ്മളെ പറ്റിച്ച് ഇയാളുടെ മൂത്ത മോളെ കള്ളം പറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചയച്ചു. അപ്പം മനസ്സിലായോ എന്ന് ചോദിക്കുക. അപ്പോൾ ബാലനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? എന്തൊക്കെയാണ് നീ പറയുന്നത്? ഉദയഭാനു സാറിനെ പറ്റി എനിക്കും ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായി എന്നതുള്ളത് സത്യമാണ്. പക്ഷേ സാറ് ഒരു സമ്പത്തുള്ള ആൾ തന്നെയാണടാ എന്ന് പറയാണ്. അപ്പോഴും ഉദയഭാനു തല കുനിച്ച് നിൽക്കുക. ഞാൻ പറഞ്ഞത് മുഴുവൻ കള്ളവാണെന്ന് ഇയാൾ പറയട്ടെ, അല്ലെങ്കിൽ ദേവി പറയട്ടെ എന്ന് ചോദിക്കാം. അപ്പം ബാലൻ ദേവിയുടെ മുന്നിലേക്ക് കയറി നിൽക്കുക. മോളെ, ഈ ആനന്ദ് പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം കണ്ണ് നിവർത്തി ബാലന്
നോക്കാൻ പോലും പറ്റാത്ത വിധം ദേവി കുറ്റബോധത്തോടു കൂടി നിൽക്കുക. മോള് പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കും എന്ന് പറയാണ്. അച്ഛ അത് എന്ന് പറഞ്ഞ് ദേവി എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. അവള് പറയത്തില്ല അച്ഛ, അവളെ കൊണ്ട് സാധിക്കില്ല. അവളും അവളുടെ കുടുംബവും മുഴുവനും നമ്മളെ എല്ലാവരെയും വഞ്ചിച്ചതാണെന്ന് അവൾ എങ്ങനെ പറയും? ഇപ്പൊ പോലും അവളുടെ അച്ഛനായി ഈ പൈസ എടുത്തതെന്ന് അവൾ സമ്മതിക്കില്ലായിരുന്നു. തെളിവ് സഹിതം അവളുടെ മുന്നിൽ കാണിച്ചപ്പോഴാണ് അവൾക്ക് വിശ്വാസം വന്നത്. എന്നിട്ട് ആ കുറ്റം മുഴുവനും ഒന്നും ചെയ്യാത്ത പാവം മാമന്റെ തലയിലിട്ടു. ഇയാളെ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. എന്ന് ദേവി കടയിൽ പോയി തുടങ്ങിയോ അന്ന് മുതൽ അവിടേക്ക് ഇവളെ കാണാൻ എന്ന വ്യാജേന വരികയും കാശടിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കാശ് കാണാതെ പോയി അന്ന് ഇയാൾ വന്നിട്ടുണ്ട് എന്ന് എന്നോട് ആകാശ് പറയുകയും ചെയ്തു. അപ്പം തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു ഇതിൻ്റെ പിന്നിൽ ഇയാളായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്യാമറ വെച്ച് ഈ കള്ളനെ ഞാൻ കയ്യോടെ പിടികൂടിയത് എന്ന് പറയണം. എനിക്കിനി ഇയാളെയോ ഇയാളുടെ മകളെയോ സഹിക്കേണ്ട ഒരു കാര്യമില്ല. ഇയാളുടെ മകളുമായിട്ട് എനിക്കിപ്പോൾ ഒരു ബന്ധവും ഇല്ല എന്ന് പറയാം. അപ്പോൾ അറുത്തു മുറിച്ചുള്ള ആനന്ദിൻ്റെ ആ സംസാരം കേൾക്കുമ്പം ദേവി ആനന്ദേട്ട എന്നെ കൈവിടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദിന് മുന്നിലേക്ക് കയറി നിൽക്കുക. പെട്ടെന്ന് ഉദയഭാനു പറയും, ബാല, ഗോമതി, നിങ്ങളെ പറ്റിക്കണമെന്ന് കരുതി ഒന്നുമല്ല ഞാനിങ്ങനെ ചെയ്തത്. അറിയാത്ത ബിസിനസ്സുകൾ ചെയ്തും കൂടെ നടന്ന് കൂട്ടുകാരാന്ന് പറഞ്ഞവരും എല്ലാം എന്നെ ചതിച്ചു. അങ്ങനെ കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്ന് കടവും കടത്തിൻ്റെ കൂടുമായി. 2 പെൺകുട്ടികളും ഒരാളെയെങ്കിലും നല്ല നിലയിൽ കെട്ടിച്ചയക്കണമെന്നുള്ള ഒരച്ഛൻ്റെ അത്യാർത്ഥി കാരണമാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ബാലനും ഈ ദേവമംഗലത്തുള്ള എല്ലാവരും വളരെ നല്ലവരാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കള്ളങ്ങളെല്ലാം കണ്ണും പൂട്ടി വിശ്വസിച്ചു എന്ന് പറയാം. അപ്പോൾ ബാലൻ കല്ലുപോലെ നിൽക്കുകയാണ് കേട്ടോ. തൻ്റെ മകൻ്റെ ജീവിതം താൻ തന്നെ നശിപ്പിച്ചോ? ഉദയഭാനുവിനെ പറ്റി കൂടുതൽ ചിന്തിക്കാതെ അയാൾ പറഞ്ഞ സകല കള്ളത്തരങ്ങളും താൻ വിശ്വസിച്ചു. അതാ തനിക്ക് പറ്റിയ തെറ്റ് എന്ന് മനസ്സിലിങ്ങനെ പറയാണ്. എൻ്റെ മകളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ ഈ തെറ്റ് ചെയ്തത്. അവളെ ഉപേക്ഷിക്കരുത്. ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും കാലിൽ വീണ് മാപ്പ് പറയാം. എൻ്റെ ദേവി അവൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓരോ തവണയും ഞാൻ ഈ വക തെറ്റുകൾ ചെയ്യുമ്പം അവൾ എന്നെ തിരുത്താനാണ് ശ്രമിച്ചത്. ഇപ്പം പോലും നിവർത്തികേട് കൊണ്ടാണ് ബാല പൈസ എടുത്തത്. ഇളയ മകളുടെ കല്യാണം തീരുമാനിച്ചിരിക്കുക. അതും എനിക്ക് നന്നായിട്ട് തന്നെ നടത്തണ്ടേ? ഒരച്ഛൻ്റെ ഗതികേട് ഒരു പെൺകുട്ടിയുടെ അച്ഛനായ ബാലന് മനസ്സിലാകില്ലേ? എന്താകും എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുക എന്ന് ചോദിക്കുക. അപ്പോൾ ഗോമതിക്ക് നല്ല ദേഷ്യം വരിക. താനും തൻ്റെ കുടുംബവും മുഴുവനും ഞങ്ങളെ എല്ലാവരെയും പറ്റിക്കുമായിരുന്നല്ലേ? എന്തൊരു അഭിനയമായിരുന്നു ദേവി. നിനക്കെങ്കിലും ഞങ്ങളോട് സത്യം തുറന്നു പറയായിരുന്നു. നിന്നെ ഞങ്ങൾ ഉപേക്ഷിക്കുകയെന്ന് നീ കരുതിയോ? ആനന്ദിൻ്റെ ഭാര്യയായിട്ടാണോ നിനക്കിവിടെ സ്ഥാനം തന്നിരുന്നത്? എൻ്റെ മകളായിട്ടല്ലേ നിന്നെ ഞാൻ കണ്ടിരുന്നത് എന്ന് ചോദിക്കുക. ഇപ്പം പോലും എനിക്ക് നിന്നോട് ദേഷ്യം തോന്നുന്നില്ല. ഞങ്ങളോടെല്ലാം കള്ളം പറഞ്ഞതിന്, ഞങ്ങളെ വഞ്ചിച്ചതിനുള്ള വിശ്വാസവഞ്ചന ചെയ്തതിൽ എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. ആനന്ദ് പെട്ടെന്ന് കേടി പറയും, അമ്മേ, ഇനി അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇവളുമായിട്ട് ഒത്തുപോകാൻ എനിക്ക് സാധിക്കില്ല. ഇവളെപ്പോലെ ഒരുത്തിയെ എനിക്ക് ഭാര്യയായിട്ട് വേണ്ട താനും എന്ന് പറയാം. ആനന്ദ്, നീ എന്തൊക്കെയായി വിളിച്ച് പറയുന്നത്? ദേവി നിന്റെ ഭാര്യ, അങ്ങനെ അറുത്ത് മുറിച്ച് കളയാൻ പറ്റുന്ന ബന്ധമാണോ അത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ബാലനും പറയും, അവൻ എന്താ തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ചെയ്യാം ഗോമതി. കാരണം നമ്മളെടുത്ത തീരുമാനം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായി പോയി എന്ന് എനിക്കും ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി അവൻ എടുക്കുന്ന തീരുമാനത്തിൽ അധിഷ്ഠിതമായിരിക്കും അവൻ്റെ ജീവിതം എന്ന് പറയാം. ബാലേട്ട, പക്ഷേ അവൻ്റെ ജീവിതം നമുക്കങ്ങനെ നശിപ്പിച്ച് കളയാൻ പറ്റുമോ? ദേവി മോള് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാം. ദേവി അച്ഛൻ ചെയ്തതിനൊക്കെ മോളും കൂട്ടുന്നത് ഒട്ടും ശരിയായില്ല. മോക്ക് ഞങ്ങളോട് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു. ഞങ്ങൾ ആരും ഒരിക്കലും മോളോട് ദേഷ്യം കാണിക്കത്തില്ലായിരുന്നു. ഇവിടെ ഉള്ളവരെ ഇത്രയും മോള് മനസ്സിലാക്കിയിട്ടുള്ളോ എന്ന് ചോദിക്കുക. ബാലച്ച, അമ്മേ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആയിപ്പോയി. ഒരുപാട് കള്ളങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത്. ആ കള്ളങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പം ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ലെന്ന് ഞാൻ കരുതി എന്ന് പറയാം. ഞങ്ങൾക്ക് സങ്കടമുണ്ട് എന്ന് കരുതി മോളോട് ഒരു വെറുപ്പും ഞങ്ങൾക്കില്ല എന്ന് തന്നെയാണ് കേട്ടോ ബാലൻ പറയുന്നത്. പക്ഷേ ആനന്ദ ഇതിൽ തീരുമാനം എടുക്കേണ്ടത്. ഇതിൽ ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വന്നതും ആനന്ദാണ് എന്ന് ബാലൻ പറയാൻ കേട്ടോ. ബാലേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ഗോമതി അപ്പം ചോദിക്കുക. പെട്ടെന്ന് ആനന്ദ് പറയും, എൻ്റെ കുഞ്ഞ് ഉണ്ടായിരുന്നതാ ഇവൾക്ക് ഇത്രയും കാലം ഇവിടെ നിൽക്കാൻ ഞാൻ അനുമതി നൽകിയത്. ആ കുഞ്ഞുമില്ല. ഇനിയിപ്പം ആർക്ക് വേണ്ടിയാ ഇവളെപ്പോലൊരു കള്ളിയെ ഞാൻ സഹിക്കേണ്ടത് എന്ന് ചോദിക്കുക. എൻ്റെ കുഞ്ഞിനെയും ഇവളായിട്ട് ഇല്ലാതാക്കി എന്ന് പറയാം. അത് കേൾക്കുന്ന ഗോമതി പറയും, എടാ, അത് നിൻ്റെ തെറ്റിദ്ധാരണയാ. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ ദേവി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ കുഞ്ഞ് മരിക്കാൻ കാരണം അലോക എന്ന് ഗോമതി വിളിച്ചു പറയാം. അലോകോ? അമ്മയൊന്നും മിണ്ടാതിരിക്കുക എന്ന് ദേവി അപ്പോൾ പറയണം. എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയട്ടെ എന്ന് പറയാം. അതെ എന്നും പറഞ്ഞ് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം അറിയിക്കാൻ കേട്ടോ ആനന്ദ്
കാര്യത്തിൽ മാത്രം ദേവി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പോലും ദേവിയോടുള്ള ദേഷ്യമൊന്നും ആനന്ദിൻ്റെ മനസ്സിൽ പോകുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ദേവി പറയും, ആ സാഹചര്യത്തിൽ ഈ സത്യങ്ങളൊക്കെ ആനന്ദേട്ടൻ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അലോകിനെ കൊന്നേനെ. അതുകൊണ്ടാണ് ആരും ഈ സത്യങ്ങൾ പറയാതിരുന്നത് എന്ന് പറയാം. ഓ, അതിൽ നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ബാക്കിയുള്ള കള്ളങ്ങൾക്കൊക്കെ എന്ത് ന്യായവാ ദേവി നിനക്ക് എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അതിന് മറുപടിയില്ലാതെ ദേവി തല കുനിച്ച് നിൽക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഉദയഭാനു മുന്നിലേക്ക് കയറി നിൽക്കും. ദേവിയെ ഉപേക്ഷിക്കരുത്, എൻ്റെ ഇളയ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. ഇപ്പം ദേവിയെ ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അവളുടെ ഭാവിയെ ബാധിക്കും. എൻ്റെ മുന്നിൽ ഒരു വഴിയില്ല. എൻ്റെ 2 മക്കളുടെ ജീവിതവും ഒന്നുമല്ലാതായി തീരും. ദയവ് ചെയ്ത് അവളെ ഇവിടെ തന്നെ നിർത്തണം എന്ന് പറയാം. അത് കേൾക്കുന്ന ബാലനും ഗോമതിയും കൂടി പറയും, നിങ്ങളോട് മിണ്ടുന്നത് പോലും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളെ ഇത്രയും കള്ളങ്ങൾ പറഞ്ഞ് പറ്റിച്ച താനോ തൻ്റെ ഭാര്യയോ ഇനി ഈ കുടുംബത്തിൽ കയറി പോകരുത്. ദേവി ഈ കുടുംബത്തിന് വേണ്ടി നല്ലതേ ചെയ്തിട്ടുള്ളൂ. അവളോട് ഇവിടെ ആർക്കും ദേഷ്യമോ വൈരാഗ്യമോ ഇല്ല. തന്നെ പോലെ കള്ളം പറഞ്ഞ ഒരച്ഛൻ്റെയും അമ്മയുടെയും മകളായി ജനിച്ചത് അവളുടെ തെറ്റല്ലല്ലോ. പിന്നെ അവൾ ചെയ്ത തെറ്റ് താൻ പറഞ്ഞ കള്ളങ്ങളൊക്കെ അവളും ഞങ്ങളോട് മറച്ചു വെച്ചു എന്നുള്ളത് മാത്രം. അതിനവളോട് ഞങ്ങൾ അത്ര വലിയ ശിക്ഷയൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദേവിയെ പറഞ്ഞയക്കുന്നുമില്ല എന്ന് ബാലൻ തീർത്തു പറയാൻ കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. നമ്മൾ ഇതിൻ്റെ തമിഴ് പതിപ്പായ പാണ്ഡ്യൻ സ്റ്റോറിൻ്റെ കഥ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ചെറിയൊരു വ്യത്യാസത്തിലാണ് കഥ പോകുന്നത് കേട്ടോ. അതിലെ നമ്മുടെ ദേവി കഥാപാത്രം ചെയ്യുന്നത് കുറച്ചും കൂടി എന്താ പറയുക, ദുഷ്ട കഥാപാത്രമാണ്. പക്ഷേ ഇവിടുത്തെ നമ്മുടെ ദേവി പാവമാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.